ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, അതായത് ബിഗിനറായിട്ട് നിങ്ങൾക്ക് അധികം ഇവിടെ പരിചയമൊന്നുമില്ല, അങ്ങനെ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ. എങ്ങനെ ഇവിടെ ബാംഗ്ലൂരിൽ ജോബ് നമുക്ക് കിട്ടാനുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഇവിടെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലെങ്കിലും വിമലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട്, വിമലേട്ടൻ ഇവിടെ ഒരു 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിചയത്തിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞു, നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ജോബ് സെർച്ച് ചെയ്യണ കുറേ നമുക്ക് സൈറ്റുകളുണ്ട്, ആപ്പുകളുണ്ട്. അതായത് നൗക്കരി ആയിക്കോട്ടെ, അതുപോലെ ഇൻഡീഡ്, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ, ആപ്പുകളിലൊക്കെ നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് നല്ല റെസ്യൂം ഉണ്ടാക്കിയിട്ട് ഇതിലൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. ഇതിൽ നമുക്ക് എന്തായാലും ഇവിടുത്തെ ജോബുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ അതിലും എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക, നോക്കുക, ലൈവായിട്ട് ഇരിക്കുക. നമുക്ക് എന്തായാലും അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെയുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ അവർ ജോബ് ഹിയറിങ്, എന്തെങ്കിലുമൊക്കെ ജോബിൻ്റെ അവർക്ക് വേക്കൻസി വരുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെയുള്ളതാണ് കൺസൾട്ടൻസി. അതായത് ഇവിടെ കുറേ ഇങ്ങനത്തെ അതായത് നമുക്ക് ചെറിയൊരു ഓഫീസ് പോലെ ഉണ്ടാവും, കൺസൾട്ടൻസികൾ ഉണ്ടാവും. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ റെസ്യൂം കൊടുത്തു പറഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ജോബ് വേണമെന്നൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്ത് തരും അവർ. പക്ഷേ അവിടെ നമുക്കൊരു കുറച്ച് ഫീസ് അടയ്ക്കേണ്ടി വരും. ഒരു മന്ത്ലി ഇത്ര ഫീസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാലറിയുടെ ഹാഫ് അല്ലെങ്കിൽ ഫുൾ സാലറി ഡിപ്പെൻഡ്സ്, ഓരോ ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇതും ഒരു വേ ആണ് കേട്ടോ. നമുക്കൊരു ഇവിടെ ജോബ് സെർച്ച് ചെയ്ത് കിട്ടേണ്ട ഒരു ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കിവിടെ ജോബ് സെർച്ച് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് വരികയാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിൽ നിന്നിട്ട് തന്നെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ ആപ്പുകളിലെല്ലാം നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്ത് ഇടുക. അപ്പം നമുക്കൊരു ഓപ്പണിംഗ് കോളൊക്കെ വരും, നമുക്ക് ഇൻ്റർവ്യൂ കോളൊക്കെ വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തി അതിലൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും 3 കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജോബ് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നോളം ഇവിടെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. കാരണം ഇവിടെയൊക്കെ അധികം വരാത്ത ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പോയി കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.